നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണ വിഭവവുമായിട്ടാണ്. ഓണസദ്യയിൽ അവിയലും കൂട്ടുകറിയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു വിഭവമാണ് എരിശ്ശേരി. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള എരിശ്ശേരി മത്തങ്ങയും വൻപയറും വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ്. പക്ഷെ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ചേനയും നേന്ത്രക്കായും വെച്ചിട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ എരിശ്ശേരി തയ്യാറാക്കുന്നതെന്ന്. 2 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്, 1/4 കിലോ ചേന എടുത്തിട്ടുണ്ട്. ചേന ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട്, ഉപ്പ് ചേർത്തിട്ടില്ല. തേങ്ങ അരക്കാൻ വേണ്ടിയിട്ടുണ്ട്, വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അരക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ. വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കടുക് വേണം, പച്ചമുളക് വേണം. ഇൻഗ്രീഡിയൻസ് കണ്ടല്ലോ. ഇനി ആദ്യമായിട്ട് നേന്ത്രക്കായ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നേന്ത്രക്കായയിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. നേന്ത്രക്കായ വേവുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കാം. കടുകിൻ്റെ കൂടെ ജീരകവും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിരവിയ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കാം. തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. വേഗം തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ നേന്ത്രക്കായ വെന്ത് വന്നിട്ടുണ്ട്. നേന്ത്രക്കായയുടെ കൂടെ തന്നെ നേരത്തെ വേവിച്ചിട്ട് മാറ്റി വെച്ച ചേനയും കൂടെ നേന്ത്രക്കായയുടെ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചേനയും നേന്ത്രക്കായും നല്ല പോലെ ഉടച്ചു കൊടുക്കാം. ചേനയും നേന്ത്രക്കായും നേരത്തെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഈ സമയം നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ജീരകവും ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ചൂടാവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം.
എരിശ്ശേരിയുടെ ടേസ്റ്റ് അതിരിക്കുന്നത് തേങ്ങ വറുത്ത് വെച്ചിരിക്കുന്നതിലാണ്. അപ്പം അടുത്തത് വേറെ ഒന്നുമല്ല, തേങ്ങ വറുത്തത് എരിശ്ശേരിയിൽ ചേർക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതുകൂടെ ചെയ്യുമ്പോഴാണ് എരിശ്ശേരി കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ചേന നേന്ത്രക്കായ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എരിശ്ശേരിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല മണമായിരിക്കും. നെയ്യിൻ്റെ ഒക്കെ മണമൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എരിശ്ശേരിക്ക്. അപ്പം ഞാൻ എരിവും ഉപ്പും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എരിവും ഉപ്പും കുറച്ച് കുറവായിരുന്നു. രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു എരിശ്ശേരി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ കമൻസും പറയണം. പിന്നെ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വീഡിയോ ഒരു ഓണം സ്പെഷ്യൽ വെണ്ടക്ക പച്ചടി ആയിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അതും കാണണം, ട്രൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള വേറൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്